ഹാപ്പൻഡ് when the doctor was sitting on his chair. ഡോക്ടർ ചെയറിൽ ഇരുന്നപ്പം എന്താണ് സംഭവിച്ചത്? A full-blooded cobra fell from the roof. It came over the back of the chair and coiled itself on the doctor's shoulder. A full-blooded cobra റൂഫിൽ നിന്ന് മുകളിലേക്ക് താഴേക്ക് വീണു, മുകളിൽ നിന്ന് താഴേക്ക് വീണു. അത് ചെയറിന്റെ ബാക്ക് സൈഡിലേക്ക് വന്ന് വീണത്. എന്നിട്ട് ഡോക്ടറുടെ ഷോൾഡറിലേക്ക് വന്ന് ഡോക്ടറുടെ ദേഹത്ത് തന്നെ അത് കോയിൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടറുടെ ദേഹത്ത് തന്നെ അത് ചുറ്റുകയും ചെയ്തു. ഇതാണ് ഡോക്ടർ ചെയറിൽ ഇരുന്നപ്പം സംഭവിച്ച കാര്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How did the doctor react when the snake landed on him? ഈ സ്നേക്ക് ഡോക്ടറുടെ ദേഹത്തേക്ക് വന്ന് വീണപ്പോൾ ഡോക്ടർ എങ്ങനെ റിയാക്ട് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ, he sat there holding his breath like a stone. He was too afraid to make any move. ഒരു കല്ല് പോലെ ഡോക്ടർ അവിടെ അനങ്ങാതെ, ബ്രീത്ത് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ വളരെ അനങ്ങാതെ, ഒട്ടും തന്നെ അനങ്ങാതെ അവിടെ അടങ്ങിയിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ്, ഒരു അനക്കം ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ ഡോക്ടർക്ക് പേടിയായിരുന്നു. ഹി വാസ് ടു അഫ്രൈഡ്, ഭയങ്കര പേടിയായിരുന്നു. പേടിച്ചിട്ട് ഡോക്ടർക്ക് അവിടുന്ന് ശരിക്കും അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why did the doctor sit in the chair like a stone image in the flesh? ശരീരം ഉണ്ടെങ്കിലും ശില പോലെ, കല്ല് പോലെ ഡോക്ടർ ആ ചെയറിൽ ഇരിക്കാനുള്ള കാരണം എന്തെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. The answer is, he did not know what to do. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. He had no time to react. ശരിക്കും റിയാക്ട് ചെയ്യാനുള്ള ഒരു സമയം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. He was terrified and was almost turned into a stone. ഭയങ്കരമായിട്ട് ഡോക്ടർ ടെറിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചരണ്ടു പോയി. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഒരു ശില പോലെ അവിടെ അനങ്ങാതെ ഇരിക്കുകയാണ് ചെയ്തത്. മറ്റൊന്നും ചെയ്യാനായിട്ട് ഡോക്ടർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. In this story, the snake is compared to 3 objects. What are they? ഈ സ്റ്റോറിയിൽ ഈ കോബ്രനെ 3 സാധനങ്ങളുമായി കമ്പയർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? എ റബ്ബർ ട്യൂബ്, എ ലെഡൻ റോഡ് ആൻഡ് എ ഹ്യൂമൻ ബീയിങ്. റബ്ബർ ട്യൂബുമായിട്ട്, ലെഡ് മീൻസ് ഇറ്റ് ഇസ് എ മെറ്റൽ റോഡുമായിട്ട്, പിന്നെ ഹ്യൂമൻ ബീയിങ്ങുമായിട്ട്, ഇങ്ങനെ 3 കാര്യങ്ങളുമായിട്ടാണ് കോബ്രനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why did he feel that he was a stupid doctor? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത് അദ്ദേഹം ഒരു സ്റ്റുപ്പിഡ് ഡോക്ടറാണ് എന്നുള്ളത്? ആൻസർ, he had rats in his room. He could naturally expect a snake someday. He should have kept with him some antidote for snake poison, but he did not have any. അപ്പോൾ ഡോക്ടർക്ക് അറിയാവുന്ന കാര്യമാണ് ഡോക്ടറുടെ റൂമിൽ റാറ്റ്സ് ഉണ്ടെന്നുള്ളത്. റാറ്റ്സ് ഉള്ളിടത്ത് ഡെഫിനറ്റ് ആയിട്ടും സ്നേക്സ് വരാറുണ്ട്. ഡോക്ടർ ആ കാര്യം ഓർക്കണമായിരുന്നു. അത് ഡോക്ടർ ഓർത്തില്ല. അതുപോലെ തന്നെ ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ ഒരു ആന്റിഡോട്ട് ഡോക്ടർക്ക് ഉണ്ടായിരിക്കണമായിരുന്നു, കയ്യിൽ സൂക്ഷിക്കണമായിരുന്നു. ആ ആന്റിഡോട്ട് പോലും ഡോക്ടറുടെ കയ്യിലില്ല. ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻസും ഇല്ലാതെ ഡോക്ടർ ഇരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് തോന്നിയത് താനൊരു സ്റ്റുപ്പിഡ് ഡോക്ടറാണെന്നുള്ളത്. ഒരു നത്തിങ് ലെസ് ഗുഡ് ഫോർ, ഒന്നിനും കൊള്ളില്ലാത്ത ഡോക്ടറാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത് ഇതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. I was suddenly a man of flesh and blood. What does the doctor mean by this statement? പെട്ടെന്ന് ഞാൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ്, ചോരയും നീരുമുള്ള ഒരു മനുഷ്യനായിട്ട് മാറി. എന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ ഒരു ഡയലോഗ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ, when the snake was on him, he was sitting like a stone, but when it moved away, he acted like a man. He got up from his chair and went out through the doors into the veranda. From there he jumped to the yard and fled for his life. അദ്ദേഹത്തിന്റെ ദേഹത്ത് സ്നേക്ക് വീണ സമയം മുതൽ സ്നേക്ക് ദേഹത്ത് നിന്ന് മാറുന്നത് വരെ അദ്ദേഹം ഒരു സ്റ്റോൺ പോലെ അനങ്ങാതെ, കല്ല് പോലെ, ശില പോലെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം അതെപ്പോഴാണോ ദേഹത്ത് നിന്ന് പോയത് ആ സമയത്ത് തന്നെ അദ്ദേഹം ചാടി ചെയറിൽ നിന്ന് എഴുന്നേൽക്കുകയും പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്ത് വരാന്തയിലേക്ക് ഓടുകയും വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് ചാടി ഇറങ്ങി അദ്ദേഹത്തിന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഈ കാരണത്താലാണ്
സഡൻലി ഹി ബിക്കം എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. പെട്ടെന്ന് ചോരയും നീരുമുള്ള മനുഷ്യനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് ആക്റ്റീവ്. പെട്ടെന്ന് തന്നെ അദ്ദേഹം രക്ഷപ്പെടാനുള്ള ഒരു പഴുത് കിട്ടിയപ്പോൾ അദ്ദേഹം അത് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Why did the doctor run into his friend's house? Did the snake harm the doctor? Why? അപ്പോൾ ഡോക്ടർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഓടിപ്പോയത്? ഈ സ്നേക്ക് അദ്ദേഹത്തെ ഉപദ്രവിച്ചോ? എന്തുകൊണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് he ran to his friend's house so that he could have a bath and clean himself after being touched by the snake. സ്നേക്ക് ശരീരത്തിൽ കയറിയതുകൊണ്ട്, ശരീരത്തിൽ അതിൻ്റെ തൊട്ടത് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ കോണ്ടാക്ട് വന്നതുകൊണ്ട് ഒന്ന് കുളിച്ചു വൃത്തിയായാലേ അദ്ദേഹം ക്ലീൻ ആവുള്ളായിരുന്നു, നീറ്റ് ആവുള്ളായിരുന്നു, സ്വന്തമായിട്ട് ഒരു വൃത്തി ഫീൽ ചെയ്യുള്ളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഓടിപ്പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയത്. ഡിഡ് ദ ഹാം സ്നേക്ക് ദ ഡോക്ടർ എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ദ സ്നേക്ക് ഡിഡ് നോട്ട് ഹാം ഹിം. അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല, ഉപദ്രവിച്ചില്ല. എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ടെറിഫൈഡ് ഹിം. അദ്ദേഹത്തെ കുറേ അധികം പേടിപ്പിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ ഒന്നും ചെയ്തില്ല. സ്നേക്ക് ഒന്നും ചെയ്തില്ല. The snake must have thought it had fallen into a stone as the man sat like one. സ്നേക്ക് ഒരുപക്ഷെ വിചാരിച്ചത് അത് ഒരു സ്റ്റോൺ, ഒരു കല്ലിന്റെ പുറത്തേക്കായിരിക്കാം വീണത്. മനുഷ്യനെ പോലെയുള്ള ഒരു ശിലയുടെ മേലിലേക്കായിരിക്കാം അത് വീണതെന്നാണ് അത് വിചാരിച്ചത്. Moreover, the snake got busy admiring itself looking into the mirror. അതിനേക്കാൾ ഉപരിയായിട്ട് എന്താ സംഭവിച്ചത്? ആ മിറർ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ആ മിറർ അവിടെ വെച്ചത് കൊണ്ട് അത് സ്വന്തം സൗന്ദര്യം ആ കണ്ണാടി നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അത് വേറൊന്നും ഡോക്ടർ ചെയ്തില്ല. ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. This is the last question of your chapter. The thief had left behind one thing as a final insult. What was the insult? അവസാനമായിട്ട് ആ കള്ളൻ ആ റൂമിൽ നിന്ന്, ഡോക്ടറുടെ റെന്റഡ് റൂമിൽ നിന്ന് പോയപ്പം അദ്ദേഹത്തെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്, ശരിക്കും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഫൈനൽ ഇൻസൾട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അല്ലേ എന്താണ് ആ ഫൈനൽ ഇൻസൾട്ട് എന്നുള്ളത്. ആൻഡ് ദ ആൻസർ ഇസ് the thief took everything except the dirty vest of the doctor. If people saw the dirty vest, they would have a poor opinion of the doctor. And this was adding insult to injury. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? തീഫ് അവിടെ ഇട്ടിട്ട് പോയത് ഡോക്ടറുടെ ഇന്നർ ബനിയനാണ്, വെസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. വെസ്റ്റ് മാത്രമായിരുന്നു ആ തീഫ് അവിടെ ഇട്ടിട്ട് പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് ഇൻസൾട്ട് ആയി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആളുകളൊക്കെ ഡോക്ടറുടെ ഈ വൃത്തിഹീനമായ ഈ വെസ്റ്റ് കാണുകയാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം തന്നെ മാറിപ്പോകും അല്ലേ? അപ്പൊ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുന്നത് ശരിക്കും അദ്ദേഹത്തിന് അഭിമാന പ്രശ്നമാണ് അല്ലേ? ഇത് ഒരു ഇൻസൾട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇറ്റ് വാസ് ദി ഫൈനൽ ഇൻസൾട്ട് എന്ന സ്റ്റോറിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനും ആൻസേഴ്സും എല്ലാം ഇവിടെ തീർന്നിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി ടീച്ചർ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം ടീച്ചർ റെഫർ ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റിനെ ബേസ് ചെയ്താണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എക്സാം പോയിന്റ് റെഫർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൻസേഴ്സും അതുപോലെ സമ്മറി, വേർഡ് മീനിങ്സ് എല്ലാം നമുക്ക് നിങ്ങൾക്ക് അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇതെല്ലാം മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, നമുക്കിനി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ആക്ടിവിറ്റീസ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. Activity 1. Pick out sentences from the story, The Snake and the Mirror, and complete the table below. These sentences tell you the condition of the narrator. Some hints are given. First, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് was afraid of the snake എന്നുള്ളതാണ്. ഹോമിയോപ്പതി ഡോക്ടറിനെ കണ്ടപ്പം പേടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെന്റൻസസ് ഏതൊക്കെയാണെന്നും. സെക്കൻഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വാസ് പ്രൗഡ് ഓഫ് ഹിസ് അപ്പിയറൻസ്. അദ്ദേഹത്തിന്റെ അപ്പിയറൻസിനെ കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് വാസ് അഫ്രൈഡ് ഓഫ് ദ സ്നേക്ക്, അതിന്റെ പോയിന്റ്സ് മാത്രം വായിക്കാം. അതിന്റെ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഐ വാസ് ടേൺ ടു എ സ്റ്റോൺ. സെക്കൻഡ് വൺ ഐ സാറ്റ് ദേർ ഹോൾഡിംഗ് മൈ ബ്രീത്ത്. തേർഡ് വൺ ഐ വാണ്ടഡ് ടു റൈറ്റ് the words "Oh God" on my little heart. Fourth one, I sat like a stone image in flesh. Fifth one,
I felt the presence of the Creator. And the last point is, at my slightest movement, the snake would strike me. ഈ 6 points ആണ് was afraid of the snake എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. The second one was proud of the appearance. അപ്പിയറൻസിനെ പ്രൗഡ് ആക്കുന്ന അല്ലെങ്കിൽ അപ്പിയറൻസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സെന്റൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. First one, I looked into the mirror and smiled. Second one, it was an attractive smile. Third one, I would shave daily. Fourth one, I would grow a thin moustache to look more handsome. Fifth one, I would keep smiling to be more attractive. Sixth one, I was a bachelor and a doctor. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ 2 ടൈപ്പ് ഓഫ് സെന്റൻസസ് ഏതൊക്കെയാണ് സ്റ്റോറിയിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പൂർത്തിയാക്കിയത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 2 നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ലെന്തി ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 2. അപ്പോൾ നമുക്ക് നോക്കാം. The story is about a frightening incident narrated in a humorous way. What makes it humorous? The writer has made use of certain striking contrasts in the story to bring about humor. Pick out such expressions from the story and write them. അപ്പോൾ ഈ സെക്കൻഡ് ആക്ടിവിറ്റിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ സ്റ്റോറി കുറച്ച് ഫ്രൈറ്റനിങ് ഇൻസിഡൻസ് ആണ്, കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈവൻ അങ്ങനെയാണെങ്കിലും കുറച്ച് ഹ്യൂമറസ് എലമെന്റ് ഈ റൈറ്റർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹ്യൂമറസ് എലമെന്റ്സ് ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് ഹ്യൂമർ അതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അത് കോൺട്രാസ്റ്റ് ഐഡിയാസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പം ഞാനൊരു ഡോക്ടറാണെന്ന് ആഗ്രഹിച്ചു, പക്ഷെ ഞാൻ ഡോക്ടർ ആയില്ല, എനിക്ക് വേറെ ഒരു കമ്പനിയിൽ സ്റ്റാഫായിട്ടാണ് ജോലി കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിലുള്ള നമ്മളെ ലൈഫും നമ്മൾ എന്താവാനാണെന്ന് ആഗ്രഹിച്ചതും അങ്ങനെ 2 കോൺട്രാസ്റ്റിംഗ് എതിർ അഭിപ്രായങ്ങളുള്ള 2 കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ചില കോമഡികളൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഹ്യൂമറസ് എലമെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, the kind of person the doctor was. He is a poor man. His earnings were meagre. He had only 60 rupees with him. He lived in a small rented room. There was no electricity in the room. It was infested with rats. He is concerned with his appearance. He is also conscious that he is a doctor. He realizes that he is capable of committing blunders. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ഐഡിയാസ്, സ്റ്റോറീസ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ സ്റ്റോറി നമ്മൾ പഠിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഡോക്ടറിന് വളരെ കുറച്ച് തുച്ഛമായ വരുമാനമേ ഉള്ളൂ, നിയർലി 60 rupees. റെന്റഡ് റൂമാണ്, ഇലക്ട്രിഫൈഡ് അല്ല. ദർ ഈസ് ലോട്ട് ഓഫ് റാറ്റ്സ് ഇൻ ദ റൂം, ധാരാളം എലികളുണ്ട്. ആൻഡ് ഹി വാസ് കൺസേൺ വിത്ത് ഹിസ് അപ്പിയറൻസ് ആൻഡ് ഹി വാണ്ടഡ് ടു ബി റിച്ച് ഡോക്ടർ ആൻഡ് ഹി വാസ് thinking about that. He realizes that he was capable of committing some blunders. ചില പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ പറയാൻ സാധ്യതയുണ്ട് എന്ന് സ്വയം പറയുന്ന ഒരു ഡോക്ടറാണ് നമ്മുടെ the kind of person ഡോക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നോക്കാം. അടുത്ത പോയിന്റ് ഇതാണ്, the kind of person he wanted to be. അപ്പോൾ ആരാകണം എന്നായിരുന്നു ഡോക്ടർ ആഗ്രഹിച്ചത്. He wants to appear more handsome. For that he will keep a thin mustache and keep smiling. He want to be more successful and a rich person. അപ്പോൾ എന്താ പറയുന്നേ, ഡോക്ടർക്ക് കുറച്ചുകൂടെ ഹാൻസം ആകണം എന്നായിരുന്നു ആഗ്രഹം. അപ്പം അതിനു വേണ്ടി ഒരു തിൻ മൊസ്റ്റാഷും അതുപോലെ തന്നെ മുഖത്തൊരു സ്മൈൽ, എപ്പോഴും ഒരു ചിരിയും അദ്ദേഹം കീപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ആൻഡ് ഹി വാണ്ടഡ് ടു ബി എ സക്സസ്ഫുൾ മാൻ. ഒരു സക്സസ്ഫുൾ മനുഷ്യനായിട്ട്, റിച്ച് സക്സസ്ഫുൾ മാൻ ആയിട്ട്, ധാരാളം സമ്പത്തുള്ള ഒരു മനുഷ്യനായിട്ട് മാറണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ്, അബൌട്ട് ഹിസ് ലൈഫ്, ദ പേഴ്സൺ ഹി വാണ്ടഡ് ടു മാരി. എങ്ങനെയുള്ള സ്ത്രീ വിവാഹം കഴിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഫസ്റ്റ് പോയിന്റ്, he wants to marry a lady doctor with money and also good practice. He wants her to be fat so that she does not catch up with him if he makes mistakes and wants to run away.
എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അല്ലേ, സ്റ്റോറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ധാരാളം സമ്പത്തുള്ള മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള ഒരു ഫാറ്റ് ലേഡിയെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ഡോക്ടറുടെ ആഗ്രഹം. ഡോക്ടർ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ചെയ്താൽ ഡോക്ടറിന് ഓടി രക്ഷപ്പെടാം. ഫാറ്റി ലേഡിക്ക് ഒരിക്കലും ഡോക്ടറെ എൻകൗണ്ടർ ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു. ഡോക്ടറെ പുറകെ ഓടി വന്ന് ഡോക്ടറെ പിടിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു അല്ലേ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പേഴ്സൺ ഹി ആക്ച്വലി മാരിഡ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ആരെയാണ് മാരി ചെയ്തതെന്നുള്ളത്. ഹി മാരിഡ് എ തിൻ ആൻഡ് സ്ലെൻഡർ വുമൺ. ഷീ കുഡ് റൺ ലൈക്ക് എ സ്പ്രിന്റർ. യഥാർത്ഥത്തിൽ വളരെ മെലിഞ്ഞ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അവർക്ക് ഓടണം എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഷീ റൺ ലൈക്ക് എ സ്പ്രിന്റർ. നല്ല വേഗതയിൽ അവർക്ക് ഓടാൻ സാധിക്കുമായിരുന്നു. ഇതാണ് സെക്കൻഡ് പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ തേർഡ് പോയിന്റ് ആണ്. ദിസ് ഈസ് ദി തേർഡ് പോയിന്റ്. ഹിസ് തോട്ട്സ് വെൻ ഹി ലുക്ക്ഡ് ഇൻടു ദി മിറർ. കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. He was proud of his looks. He wanted to appear more handsome. For that, he would shave daily and he would grow a thin mustache. He also would keep smiling to add his glamour. അപ്പോൾ അദ്ദേഹത്തിന്റെ അപ്പിയറൻസിനെ കുറിച്ചാണ് അദ്ദേഹം കണ്ണാടിയിൽ നോക്കിയപ്പോൾ വിചാരിച്ചത്. അപ്പോൾ കൂടുതലായിട്ട് ഹാൻസം ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം എന്താ തീരുമാനിച്ചു? ഡെയിലി ഷേവ് ചെയ്യാം, എന്നിട്ടൊരു തിൻ മൊസ്റ്റാഷ് മാത്രം മുഖത്ത് വെക്കാം, കൂട്ടത്തിൽ കുറച്ച് ചെറിയൊരു സ്മൈലും ഒരു പുഞ്ചിരിയും കൂടെ. അപ്പോൾ അദ്ദേഹം കൂടുതൽ ഗ്ലാമർ ആവുമെന്ന് അദ്ദേഹം വിചാരിച്ചു. ഇതായിരുന്നു തേർഡ് വണിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് നോക്കാം. ഹിസ് തോട്ട്സ് വെൻ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് ഹിം. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ സ്നേക്ക് കോയിൽ ചെയ്തപ്പം, ചുറ്റി വരിഞ്ഞപ്പം അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ഫീലിംഗ് എന്നുള്ളത്, എന്താണ് ചിന്തിച്ചതെന്നുള്ളതാണ് പറയുന്നത്. He was so terrified that he would turn into a stone. He thought of God. He felt pain when the snake coiled around his arm. He would be in trouble if the snake bit him. He had no medicine against snake poison. He considers himself as a poor, foolish and stupid doctor. ഇതായിരുന്നു അദ്ദേഹം വിചാരിച്ച കാര്യങ്ങൾ. എന്താണിത്? ശരിക്കും ടെറിഫൈഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അദ്ദേഹം ഒരു സ്റ്റോൺ പോലെ അവിടെ ഇരുന്നു. അദ്ദേഹം ദൈവത്തെക്കുറിച്ച് ഓർത്തു. അതുപോലെ തന്നെ ആ സമയത്ത് ഇത് കോയിൽ ചെയ്തിരിക്കുന്ന കാരണം അദ്ദേഹത്തിന് കൈക്ക് നല്ല വേദനയും തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ച ഒരു കാര്യമാണ്, ഇൻ കേസ് ഈ സ്നേക്ക് ഇദ്ദേഹത്തെ ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആന്റിഡോട്ട് ആയിട്ട് ഒരു മെഡിസിനും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അതുകൊണ്ട് അദ്ദേഹം വിചാരിക്കുകയാണ് ഹി വാസ് എ ഫൂളിഷ് സ്റ്റുപ്പിഡ് ഡോക്ടർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഇതിന്റെ ഈ സെക്കൻഡ് ആക്ടിവിറ്റിയുടെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ആൻസർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. Now, based on what you have written, prepare short paragraphs on the use of contrast in the story to bring out the humor. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പം നമ്മൾ കോൺട്രാസ്റ്റ് എന്നാന്ന് മനസ്സിലാക്കി. ഇത് യഥാർത്ഥത്തിൽ റിയാലിറ്റിയിൽ എന്താണ് റിയൽ ലൈഫിൽ സംഭവിച്ചതെന്നോ അവരുടെയൊക്കെ കാൽക്കുലേഷൻസ് ലൈഫിനെ കുറിച്ച് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഷോർട്ട് പാരഗ്രാഫ്സ് എഴുതാനാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഈ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടീച്ചർ ഒന്ന് വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. Bashir has used contrast to bring humor into a frightening scene where a full-blooded cobra coils around a doctor. The doctor is a poor man. His earnings were meagre. He had only 60 rupees with him. He lived in a small rented room. There was no electricity in the room. It was infested with rats. He is concerned with the appearance. He is conscious that he is a doctor. He realizes that he is capable of committing blunders. But he wants to appear smart and more handsome. For that, he will keep a thin mustache and keep smiling. He wants to be a successful and rich man. He wants to marry a lady doctor with money and also good practice. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഈ സ്റ്റോറിയിൽ ഹ്യൂമർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബഷീർ ചെയ്തിരിക്കുന്നത് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസിനെ ഒരുമിച്ച് കൊണ്ടുവരികയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡോക്ടറിന് തുച്ഛമായ വരുമാനമുള്ളൂ,
he earns 60 rupees. അതുപോലെ തന്നെ റെന്റഡ് റൂമിലാണ്, ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത ഒരു റൂമിലാണ്. ആൻഡ് ദർ ഇസ് ലോട്ട്സ് ഓഫ് റാറ്റ്സ് ഇൻ ദ റൂം. അതുപോലെ തന്നെ ഡോക്ടർ അപ്പിയറൻസിനെ കുറിച്ച് ബോധവാനാണ്. താനൊരു ഡോക്ടറാണ് അങ്ങനെ ഒരു ചിന്തയും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ആൻഡ് അദ്ദേഹം പറയാണ് കുറച്ച് ബ്ലണ്ടേഴ്സ് ഒക്കെ, മണ്ടത്തരങ്ങളൊക്കെ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അതുപോലെ തന്നെ അതിൻ്റെ ലുക്സ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ഷേവ് ചെയ്യണം, ഒരു മൊസ്റ്റാഷ് ബിൽഡ് ചെയ്യണം. അതുപോലെ തന്നെ കൂട്ടത്തിൽ എപ്പോഴും മുഖത്തൊരു ചിരി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹി വാണ്ടഡ് ടു ബി എ റിച്ച് മാൻ, അത് ഒരു സമ്പന്നനായ മനുഷ്യനായിട്ട് മാറണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയ ഒരു കാര്യം എന്ന് അദ്ദേഹം പറയുന്നത്, ഹി വാണ്ടഡ് ടു മാരി എ ലേഡി ഡോക്ടർ. ഒരു എന്താ പറയുന്നത്, അദ്ദേഹത്തിന് മാരി ചെയ്യുന്ന പെൺകുട്ടിയും ഒരു ഡോക്ടർ ആയിരിക്കണം, ധാരാളം സമ്പത്തുള്ള, നല്ല പ്രാക്ടീസ് ഉള്ള, ഗുഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നല്ല തിരക്കുള്ള ഒരു ഡോക്ടർ ആയിരിക്കണം, എന്നാലല്ലേ നല്ല ഏർണിങ്സ് ഉണ്ടാവുള്ളൂ. അങ്ങനെ വേണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ എഴുതിയ പാരഗ്രാഫ് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ ഈ എഴുതിയിരിക്കുന്നതെല്ലാം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോയിന്റ്സിനെ ബേസ് ചെയ്ത് എഴുതിയിരിക്കുന്ന പാരഗ്രാഫാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫ് കേട്ടോ. ഇതിന്റെ ബാക്കി ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്കിനി ഇതിന്റെ ബാക്കി നോക്കാം അല്ലേ? ഇതാണ് അതിന്റെ സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. He wants her to be fat so that she does not catch up with him if he makes a mistake and wants to run away. But he ends up marrying a thin and slender woman. അപ്പോൾ പറയാണ് അദ്ദേഹത്തിന് വളരെ ഫാറ്റി ആയിട്ടുള്ള ഒരു ലേഡി വിവാഹം കഴിക്കാനായിരുന്നു ആഗ്രഹം. എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ അദ്ദേഹത്തിന് ഓടി രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. പക്ഷെ അദ്ദേഹം റിയാലിറ്റിയിൽ മാരി ചെയ്തിരിക്കുന്നത് വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു ലേഡീനെയാണ്. She could run like a sprinter. അവൾക്ക് വളരെ വേഗത്തിൽ ഓടാനായിട്ട് സാധിക്കുകയും ചെയ്യും. അദ്ദേഹം എന്താണോ വിചാരിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ബാക്കി വായിക്കാമല്ലോ അല്ലേ? He was proud of his looks. He is a doctor and he would marry a rich woman. He wanted to appear more handsome. He was feeling happy when he suddenly from the beam a cobra fell down and coiled around him. All his thoughts about making himself more handsome and getting married vanished like mist in sunshine. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന് കുറച്ചും കൂടെ റിച്ച് ആവണം, കുറച്ചും കൂടെ ഹാൻസം ആകണം, എങ്ങനെയൊക്കെയുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഫീലിങ്സ് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് കോബ്ര വീഴുകയാണ്. കോബ്ര അദ്ദേഹത്തിന്റെ ദേഹത്ത് കോയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ചുറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക. എന്താണ്, കുറച്ചും കൂടെ സുന്ദരനാകണം, നല്ല ഭാര്യയെ, കുറച്ചും കൂടെ സുന്ദരിയായ, ധനാഢ്യായ, പൈസയുള്ള സ്ത്രീയെ വിവാഹം കഴിക്കണം. ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ചിന്തകളെല്ലാം മനസ്സിൽ നടക്കുന്ന സമയത്താണ് ഈ കോബ്ര അദ്ദേഹത്തിന്റെ ദേഹത്തെ വിടുന്നത്. ഒറ്റയടിക്ക് ഇതെല്ലാം വാനിഷായി പോയെന്ന് പറഞ്ഞാൽ എന്താണ്, മാഞ്ഞുപോയി. വെയിലുദിക്കുമ്പം മഞ്ഞ് മാഞ്ഞു പോകുന്നത് പോലെ, ആകാശം തെളിഞ്ഞു വരുന്നത് പോലെ ഈ കോബ്ര അദ്ദേഹത്തിന് വീണ സമയം കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ചിന്തകളും മാഞ്ഞുപോയി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. ഒരു പാരഗ്രാഫ്, ഈ ഒരു പാരഗ്രാഫും കൂടെ നമ്മുടെ ആൻസർ തീരുകയാണ്. അപ്പൊ റെഡി അല്ലേ? നമുക്ക് വായിക്കാം. He was so terrified that he turned into a stone. He thought of God. He felt pain when the snake coiled around his arm. He would be in trouble if the snake bit him. He had no medicine against snake poison. He considers himself as a poor, foolish and stupid doctor. When the snake realizes its hold on him, we see him fleeing for his life. എന്താ പറഞ്ഞേക്കുന്നേ? നമ്മുടെ ലാസ്റ്റ് വന്നിരിക്കുന്ന പോയിന്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്ന പാരഗ്രാഫാണ്. അപ്പോൾ ഈ പാരഗ്രാഫിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു ടൈമിൽ കോബ്ര ദേഹത്ത് വന്ന വീഴുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്റ്റോൺ പോലെ ആയിട്ട് മാറിപ്പോയി. പെട്ടെന്ന് അദ്ദേഹം ദൈവത്തെ ഓർത്തു. അതുപോലെ തന്നെ ഇത് ദേഹത്ത് കോയിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈകൾക്ക് നല്ല പെയിൻ, നല്ല വേദനയും തോന്നിച്ചു. അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇൻ കേസ് ഈ സ്നേക്ക് അദ്ദേഹത്തെ ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ നോ ആന്റിഡോട്ട്, പോയിസണെതിരായിട്ടുള്ള മെഡിസിൻ ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അപ്പൊ അദ്ദേഹം വിചാരിക്കണം ഞാനൊരു സ്റ്റുപ്പിഡ് ഡോക്ടറാണ് എന്ന് വിചാരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ സ്റ്റോറി പഠിച്ചു ഈ കോയിൽ ചെയ്ത സ്നേക്ക് അദ്ദേഹത്തിന്റെ ദേഹത്ത് നിന്ന് മാറി ടേബിളിലേക്ക് കയറുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്തു? ഫ്ലീയിങ് ഫോർ ഹിസ് ലൈഫ്, അദ്ദേഹം സ്വന്തം ജീവന് വേണ്ടിയിട്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്.
ഇതുവരെയുള്ള എല്ലാ ആൻസറും മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ കുറച്ച് ലെന്തി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഇപ്പോൾ ചെയ്തത്. ആദ്യം നമ്മൾ പോയിന്റ്സുകളെല്ലാം ഡിസ്കസ് ചെയ്തു. പിന്നെ ആ പോയിന്റ്സുകൾ ആഡ് ചെയ്തുകൊണ്ട് പാരഗ്രാഫ്സ് എഴുതി. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനും. ഈ പോയിന്റ്സുകളെല്ലാം ആഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ സ്റ്റോറി ഹ്യൂമർ വന്നിരിക്കുന്നത് എന്നുള്ള ആ പാരഗ്രാഫായിട്ട് ആ ആൻസറിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആക്ടിവിറ്റി. അപ്പം സെക്കൻഡ് ആക്ടിവിറ്റി നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആക്ടിവിറ്റി 3. In the story, the snake did not harm the homeopath. The homeopath in turn did not hurt it. Keeping Bashir's vision on nature and its beings, comment on this story. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, സ്നേക്ക് ശരിക്കും ഡേഞ്ചറസ് ആണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഹോമിയോപ്പത്ത് ഡോക്ടറിനെയും അറ്റാക്ക് ചെയ്യില്ല, ഡോക്ടർ തിരിച്ച് അതിനെയും ഹേർട്ട് ചെയ്തില്ല. അപ്പം ബഷീറിന് ശരിക്കും നേച്ചറിനോട് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ റൈറ്റർ, ഓഥർ വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പം നേച്ചറിനോട് വളരെ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇവിടെ ഡോക്ടർക്ക് ഹാം ഒന്നും സംഭവിച്ചിട്ടുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോറിയെ കുറിച്ച് നമുക്ക് എങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡുകളൊക്കെ ആഡ് ചെയ്താണ് നമ്മൾ അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. അപ്പം നമുക്കതിൻ്റെ ഒരു ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, in the story, the snake did not harm the homeopath. The homeopath in turn did not hurt it. By saying this, Bashir is emphasizing the principle of live and let live. Man and animals are supposed to coexist in this world. A man has the right to live. The animals also have the right to live. It is a known fact that animals do not harm people unless they are provoked or feel threatened. No snake will deliberately come and bite you, but we deliberately kill snakes. ഇതാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ അതിൻ്റെ എങ്ങനെയാണ് നമുക്കതൊന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ ആദ്യം പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ നമ്മൾ ഒന്നുകൂടി എടുത്തു പറയുകയാണ്. സ്റ്റോറിയിൽ സ്നേക്ക് ഹോമിയോപ്പത്തിനെ അറ്റാക്ക് ചെയ്യുന്നില്ല, അതിന് ഒരു അപകടവും വരുത്തുന്നുമില്ല. അതുപോലെ തന്നെ ഹോമിയോ ഡോക്ടർ, നമ്മുടെ ഹോമിയോപ്പതും തിരിച്ച് അതിന് ഒരു ബുദ്ധിമുട്ടും, ആ സ്നേഹിന് തിരിച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. അപ്പം ബഷീർ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്ന്, ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. അതൊരു പ്രകൃതി നിയമമാണെന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ അങ്ങനെയാണ് പറയുകയാണെങ്കിൽ മനുഷ്യരും മൃഗങ്ങളും എല്ലാം ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ്. മനുഷ്യർക്കും ജീവിക്കാൻ അവകാശമുണ്ട്, മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് ഹാവ് ദ റൈറ്റ് ടു ലീവ് എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു മൃഗങ്ങളും നമ്മളെ ചുമ്മാ വന്ന് ആക്രമിക്കുകയില്ല അല്ലേ? നമ്മൾ അതുങ്ങളെ പ്രൊവോക്ക് ചെയ്യുവോ, അതിനെ നമ്മൾ ത്രട്ടൺ ചെയ്യുവോ, നമ്മളതിനെ കൊല്ലാൻ നോക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അത് നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നത്. ഡെലിബറേറ്റ് ആയിട്ട് അത് ഒരിക്കലും വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ഡെലിബറേറ്റ്ലി സ്നേക്സെ കൊല്ലാറുണ്ട് അല്ലേ? കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ തല്ലിക്കൊല്ലും, അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പോൾ അതാണ് ഇവിടെ ബഷീർ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതാണ് ആ സ്റ്റോറിയെ കുറിച്ച് നമ്മൾ കമന്റ് ചെയ്തിരിക്കുന്ന ഈ ആൻസറിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ബാക്കി ആൻസറും കൂടി വായിച്ചു നോക്കാം. ബാക്കി വായിക്കാലോ അല്ലേ? A snake will attack only if it feels threatened and its escape route is blocked. If they see people, they will either try to hide or run away. They bite only when people step over them unknowingly or chase them and block their escape route. In that sense, man is the only animal that kills for pleasure. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നേ? പറയാണ് സ്നേക്കുകൾ ഒരിക്കലും നമ്മളെ വെറുതെ അറ്റാക്ക് ചെയ്യാറില്ല. അത് നമ്മളെ എപ്പോഴാണ് അറ്റാക്ക് ചെയ്യുന്നത്? അതിൻ്റെ ജീവനൊരു ഭീഷണി, ഒരു ത്രെറ്റനിങ് അത് ഉണ്ടായി എന്ന് ആ ആനിമലിന് ഫീൽ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ അതിന് രക്ഷപ്പെടാനുള്ള വഴിയെ തടസ്സമായിട്ട് നമ്മൾ നിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഓടി ഒളിക്കാൻ ശ്രമിക്കുക, നമ്മൾ അതിനെ ചേസ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ അതിനെ അറിഞ്ഞോ അറിയാതോ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുമ്പോഴാണ് ഈ ആനിമൽസ് ശരിക്കും നമ്മളെ ഉപദ്രവിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്? ശരിക്കും ഒരു വിനോദത്തിന് വേണ്ടി, നമ്മുടെ ഒരു താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി നമ്മൾ പല മൃഗങ്ങളെയും കൊല്ലാറുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബാക്കി കൂടി നമുക്ക് നോക്കാം കേട്ടോ. Animals of prey may kill to satisfy their hunger, but we do it for fun. Bashir is one of the view that we should let animals live their life without interfering with them, unless they prove dangerous to us.
Peaceful coexistence is what he insists. It is an interesting story in which the homeopath has fine dreams about his future wife. എന്താ പറഞ്ഞേക്കുന്നത്? ആനിമൽസ് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? സ്വന്തം വിശപ്പടക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ വയറ്റിലെ വിശപ്പ് മാറുന്നതിന് വേണ്ടി, അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി അവർ പല ജീവികളെ ആക്രമിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ അല്ലാതെ വേറെ ഒന്നിനു വേണ്ടി, മനുഷ്യനെ പോലെ ഒരു രസത്തിന് വേണ്ടിയോ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയോ ഒരു നേരം പോക്കിന് വേണ്ടിയോ ഒന്നും ഒരു മൃഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം കൊല്ലാറില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പക്ഷേ ഫണ്ടിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ബഷീർ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആനിമൽസിനെ അവരുടേതായ രീതിക്ക് ജീവിക്കാൻ അനുവദിക്കുക. അവരുടേതായ ജീവിതത്തിൽ ആനിമൽസിന്റെ ലൈഫിൽ ആവശ്യമില്ലാതെ നമ്മൾ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. വിത്തൗട്ട് ഇന്റർഫിയറിങ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമില്ലാതെ നമ്മൾ മൃഗങ്ങളുടെ ജീവിതത്തിൽ കടന്നു കയറാനായിട്ട് പാടില്ല. ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ്? ഇഫ് ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു അസ്, അത് നമ്മുടെ ജീവന് ഭീഷണിയാകുമോ, നമ്മുടെ സമാധാനപരമായിട്ടുള്ള മുന്നോട്ടുള്ള ജീവിത ദിവസങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അത് നമുക്ക് ഭീഷണിയായി മാറുന്നെങ്കിൽ മാത്രം നമുക്കതിനെ, ഈ ഒരു പോയിന്റ് മാത്രമാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്. ഇഫ് ഇറ്റ് ഈസ് പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു അസ്, നമുക്കതൊരു ഭീഷണിയാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്താൽ, പ്രൂവ് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്ക് തിരിച്ചതിനെ ആക്രമിക്കുകയോ ഓടിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പറ്റും. അതർവൈസ് നമ്മൾ ഒരിക്കലും ആനിമൽസിനെ ഉപദ്രവിക്കാൻ പാടില്ല. അവരവരുടേതായ രീതിക്ക് ജീവിക്കട്ടെ എന്നാണ് ബഷീർ പറയുന്നത്. പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് ഈസ് വാട്ട് ഹി ഇൻസിസ്റ്റസ്. നോക്കി, ഈ പോയിന്റ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്, സമാധാനപരമായിട്ടുള്ള ഒരു സമ്പർക്ക ജീവിതം, അതാണ് ബഷീർ ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റോറിയെ കുറിച്ച് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇതിന് കൊടുത്തിരിക്കുന്നത് അവസാനത്തെ സെന്റൻസ് ഉണ്ടല്ലോ, ടീച്ചർ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതായത് ഈ സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഏതെങ്കിലും ഒരു ആൻസറിനെ ആദ്യമോ അവസാനമോ നിങ്ങൾക്ക് ചേർക്കാവുന്ന നല്ലൊരു സെന്റൻസ് ആണ്. It is an interesting story in which the homeopath has fine dreams about his future wife. എന്താ പറഞ്ഞിരിക്കുന്നത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഹോമിയോപതി ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഭാവി ഭാര്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ കൂട്ടിച്ചേർത്തുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റോറിയുടെ എല്ലാ ആക്ടിവിറ്റീസും. നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ എക്സാം പോയിന്റ് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. എക്സാം പോയിന്റ് എല്ലാ പോയിന്റ്സും കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും, എല്ലാത്തിൻ്റെ ആൻസറുകളും എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് അവിടെ തീർക്കാവുന്നതാണ്. ഓക്കെ, ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതെന്ന് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത്. ദ മിറർ ആൻഡ് ദി സ്നേക്ക് ആൻഡ് ദി മിറർ സ്റ്റോറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സ്റ്റോറി എഴുതിയത് ആരായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിനെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിക്കാറുണ്ട്. സുൽത്താൻ ഓഫ് സ്റ്റോറീസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണ്? ഉപ്പൂപ്പായ്ക്ക് റഹാന ഉണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ് എന്ന് പറയുന്നത്. മലയാളി റൈറ്റർ ആണ്. ഇംഗ്ലീഷിലേക്ക് ഈ സ്റ്റോറി തർജ്ജമ ചെയ്തതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റോറി ആയിരുന്നു. സ്റ്റോറിയുടെ എന്തായിരുന്നു? കുറേ ആളുകൾ കൂടി ഇരുന്നിട്ട് ഹോമിയോപതി ഡോക്ടർ അതിലൊരാളാണ്. അവര് സ്നേക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഡോക്ടർ ഒരു ചോദ്യം ചോദിച്ചു. ആ ക്വസ്റ്റ്യനോട് കൂടിയാണ് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറിയിൽ എന്ത് കാര്യങ്ങളാണെന്ന് ഡോക്ടറുടെ ഒരു ഇൻസിഡൻറ്റ്, ഡോക്ടർ അനുഭവിച്ച ഒരു സംഭവമായിരുന്നു, ഒരു കാര്യമായിരുന്നു അതിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഒരു കോബ്ര ഡോക്ടറിൻ്റെ കയ്യിൽ കോയിൽ ചെയ്തപ്പം എന്തൊക്കെ ഫീലിങ്സ് ആണ് ഡോക്ടർക്ക് ഉണ്ടായത്, എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു സ്റ്റോറിയായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയായിരുന്നു അല്ലേ? അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ അവസാനം നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാത്തിൻ്റെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ആക്ടിവിറ്റീസ് ആയിരുന്നു നമുക്ക് ആ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. സെക്കൻഡ് ആക്ടിവിറ്റി കുറച്ച് ലെന്തി ആണെങ്കിൽ നമ്മൾ എല്ലാത്തിൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ചാപ്റ്റർ എല്ലാ കുട്ടികളും വളരെ നന്നായിട്ട് മനസ്സിരുത്തി വായിക്കുക. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സും മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക.
ആ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസർ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്റ്റോറിയുടെ കണ്ടന്റ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമായിരിക്കണം. അതിനുവേണ്ടിയാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സ്റ്റോറി നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പം എല്ലാ കൂട്ടുകാരും വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, പഠിക്കുക. അവസാനത്തേക്ക് ഒന്നും മാറ്റി വയ്ക്കാൻ പാടില്ല. ഇപ്പോൾ തന്നെ ഈ ചാപ്റ്റർ എല്ലാം പഠിച്ച് മനസ്സിലാക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.